ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മളിന്ന് രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നല്ല മയമുള്ള കറിയൊന്നും പ്രത്യേകിച്ച് വേണ്ട, അങ്ങനെ ഒരു നല്ലൊരു റെസിപ്പിയാണ് കാണിക്കുന്നത്. നമ്മളിന്നൊരു ബൺദോശയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക കേട്ടോ. ഇതിനായിട്ട് ഞാനൊരു 2 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 3 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് വെള്ളമൊക്കെ മാറ്റിപ്പോൾ ഒന്ന് കഴുകി എടുത്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഉലുവ കൂടി ഇതുപോലെ ഒന്ന് കുതിർത്ത് എടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പം ഈ അരിയെല്ലാം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് നമ്മൾ ഉഴുന്നൊന്നും ചേർക്കാതെയാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ അരിയെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന ഉലുവയില്ലേ, ആ ഉലുവയും കൂടെ ഈ മിക്സിന്റെ കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് അരച്ചെടുക്കാനായിട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അധികം വെള്ളം ചേർക്കാതെ വേണേ അരച്ചെടുക്കാനേ. നമ്മൾ ഇഡലിയുടെയൊക്കെ ബാറ്റർ തയ്യാറാക്കുന്ന പോലെ ഒരു ഇച്ചിരി കുറുകിയിരിക്കുന്ന രീതിയിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം ഒന്ന് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ നമുക്ക് 1 കപ്പ് ചോറ് ഇട്ട് കൊടുക്കാം. അപ്പം എന്ത് ചോറായാലും കുഴപ്പമില്ല. പിന്നെ ഇതേ അളവിൽ തന്നെ 1 കപ്പ് ചിരകിയ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് അരയ്ക്കാൻ ആവശ്യമായിട്ട് ഞാനൊരു 1/4 കപ്പിന് മേളിൽ ഒരു 1/2 കപ്പിൽ താഴെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളൊരു മൊത്തം ടോട്ടൽ ഒരു 3/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അരയ്ക്കുമ്പോൾ നന്നായിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. എന്നിട്ട് നമുക്ക് ഇത് കൈവച്ച് ഒന്ന് കുഴച്ച് ഒന്ന് ഫെർമെന്റേഷന് വേണ്ടി വെക്കണം. ഈസ്റ്റൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് നന്നായിട്ട് പുളിച്ച് വരിക തന്നെ ചെയ്യും. എന്നാലും ഒന്ന് കൈകൊണ്ട് കുഴച്ചതാണ്. പിന്നെ ഇതൊരു 5-8 മണിക്കൂറത്തേക്ക് ഒന്ന് അടച്ചു വെച്ച് ഫെർമെന്റേഷന് വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാവേ. ഇതിപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണ്. ഞാനൊരു 2 ടേബിൾ സ്പൂണോളം സവോള ചെറുതായിട്ടൊന്ന് കൊത്തിയരിഞ്ഞതാണ്. പിന്നെ ഇഞ്ചി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില കൂടി. ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ചട്ടി അടുപ്പേ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടീസ്പൂണിലൊക്കെ താഴെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ഉഴുന്ന് പരിപ്പും കുറച്ച് കടുവും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് കടുവും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം ഇതെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ സബോളയുടെയൊക്കെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയേ. എന്നിട്ട് ചെറുതായിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. സബോളയും പച്ചമുളകും ഒക്കെ ഒന്ന് വാടി കിട്ടിയാൽ മതി. ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ വഴറ്റി കഴിയുമ്പോഴത്തേക്ക് ഇതൊന്ന് വാടി കിട്ടുവേ. ഇതുപോലെ ഒന്ന് വാടി കിട്ടിയാൽ മതി. അപ്പം നമ്മൾ ഇന്നലെ അരച്ച് വെച്ച മാവ് നന്നായിട്ടൊന്ന് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. നന്നായിട്ട് പതഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കാം. ഇതിപ്പോൾ ഒരു 7.5 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ഇത് ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. തലേദിവസം അരച്ച് വെച്ചാൽ ഇപ്പോൾ ഇതുകൊണ്ട് നന്നായിട്ട് പതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പിന്നെ നമ്മൾ ഈ മാവിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പച്ചമുളകിൻ്റെയൊക്കെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി തലേദിവസം ഈസ്റ്റ് ഒന്നും ഇട്ടില്ലെങ്കിലും ഉണ്ടാക്കുന്ന സമയത്തിന് മുമ്പ് അഥവാ ഇനി പൊങ്ങിയിരുന്നും ഇല്ല എങ്കിൽ
അതൊന്ന് പുളിച്ച് പൊങ്ങിയിട്ടില്ല എങ്കിൽ കുറച്ച് സോഡാപ്പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ആ മുളകിൻ്റെയൊക്കെ മിക്സ് എല്ലാ ഭാഗത്തും ആകുന്ന പോലെ ഇളക്കിയിട്ട് ഒന്ന് മാറ്റി വെക്കാവേ. അപ്പോൾ നമ്മളിതൊരു അപ്പച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇച്ചിരി എണ്ണ ഒഴിച്ച് ഇച്ചിരി കൂടിപ്പോയി, അത്ര ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് ഈ ചട്ടി ഒന്ന് ചൂടാകുമ്പോൾ ഇതുപോലെ ഒരു തവി മാവ് ഇതിലേക്കൊന്ന് കോരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ചുറ്റിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകുമേ. എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം. ഒരു 3-4 മിനിറ്റ് മതി. ഒരു 3-4 മിനിറ്റിന് ശേഷം അത്യാവശ്യം അടിഭാഗമൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കുണ്ടല്ലോ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം, മുകൾ ഭാഗവും കൂടെ ഒന്ന് വേകാനായിട്ട്. അപ്പൊ ഇതുപോലെ ഒന്ന് മൊരിഞ്ഞ് കിട്ടാനായിട്ടാണ് നമ്മൾ മറിച്ചിട്ട് കൊടുക്കുന്നത്. അപ്പൊ മുകൾ ഭാഗവും കൂടെ ഒന്ന് മൊരിഞ്ഞ് കിട്ടാനായിട്ട് ഞാൻ കുറച്ച് എണ്ണ കൂടി സൈഡിൽ കൂടെ ഒന്ന് തൂകി കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് 2 ഭാഗവും മൊരിഞ്ഞു കഴിഞ്ഞാൽ ഇത് അപ്പച്ചട്ടിയിൽ നിന്നെടുത്ത് മാറ്റാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.